നിങ്ങൾ കൃപയുടെ ഒരു തണലിലാണ് ഇപ്പം നിൽക്കുന്നത്. കർത്തൃസന്നിധിയിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഇവിടെ തീർത്ഥാടനത്തിൽ ഇരിക്കുന്നവരും ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരും ഇപ്പോഴും രോഗമുള്ള ഇടങ്ങളിലെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉദര രോഗികള് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിന്റെ കൈകളെ കർത്താവിൻ്റെ കൈകളാക്കി നീ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും മാറ്റണം. കർത്താവിൻ്റെ ആണിപ്പഴുതാർന്ന കൈകളാണ് നിന്റെ ഉദര രോഗത്തിൻ്റെ കർത്താവ് വെച്ചിരിക്കുന്നത്. നിന്റെ കൈകളെ ഉപയോഗിക്കുന്നുവെന്നുള്ള വലിയ വിശ്വാസം നിനക്കുണ്ടാകണം. ചിലപ്പോൾ ഉദരത്തിൽ സിസ്റ്റായിരിക്കും ഉള്ളത്, ഗർഭപാത്രത്തിൽ. ചിലപ്പോൾ PCOD രോഗമാകാം, ചിലപ്പോൾ കിഡ്നി രോഗമാണ് നിനക്കുള്ളത്. ഇതെല്ലാം ഇപ്പോഴും ഓർക്കണം. 10,000-കണക്കിന് മനുഷ്യരെ സുഖപ്പെട്ട മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആയിരങ്ങൾ സാക്ഷ്യം പറഞ്ഞ ഒരു ദൈവ സാന്നിധ്യത്തിലാണ്, ഇടത്തിലാണ് നീ നിൽക്കുന്നത്. പ്രാർത്ഥനയിലെ കർത്താവേ, അങ്ങയുടെ മക്കൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള നിന്റെ സാന്നിധ്യത്തെ നീ പ്രകടമാക്കണം. കുടല് ചുരുങ്ങിപ്പോയവരുണ്ട്, ആഹാരം കഴിക്കുമ്പോൾ ഛർദ്ദിക്കുന്നവരുണ്ട്, കുടലിൻ്റെ അകത്തുള്ള സ്ഥലങ്ങൾ വീണ്ടും മാറിയിട്ട് അൾസർ പിടിച്ചവരുണ്ട്. അവരെല്ലാം കർത്താവ് തിരുരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഗർഭപാത്രം ചുരുങ്ങിപ്പോയവരുണ്ട്, ഗർഭപാത്രം വളരാത്തവരുണ്ട്, ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾക്ക് കട്ടിയില്ലാത്തവരുണ്ട്. ഈശോ, അവരെല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ ആണിപ്പെടുതാർന്ന വലത് കരത്താൽ നീ സ്പർശിക്കണമേ. കർത്താവ്, ഇടുപ്പലിനെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടുപ്പലിൽ ഇളകിയിരിക്കുകയും ഡിസ്ലൊക്കേറ്റ് ആകുകയും ചെയ്തതിൻ്റെ പേരിൽ പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റാത്തവരുണ്ട്. ആഗ്രഹമുണ്ടെങ്കിലും വരാൻ പറ്റാത്തവർ, അവരുടെ ഇടുപ്പലിനെ എല്ലാം കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. നാമത്തിൽ അടയാളത്തിൽ ദൈവശക്തിയായ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മക്കളെല്ലാവരെയും ക്ഷീണത്തിന്റെ സാക്ഷികളായി സുഖവായിടും എന്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖവായിടും എന്റെ ഉള്ളം. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ടൈം ഷോർട്ടണിങ് എന്നുള്ള എങ്ങനെയാണ് അത് സുവിശേഷ വിഹിതമാകുന്നതെന്നാണ്. ആർക്കാണ് ടൈം ഷോർട്ടണിങ് സംഭവിക്കുന്നത്?
ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ആർക്കാണ് ടൈം ഷോർട്ടനിങ് സംഭവിക്കുന്നത്, സമയം ചുരുക്കാൻ സംഭവിക്കുന്നത്? മർക്കോസ് 13:20. മർക്കോസ് 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ, കർത്താവ് പറഞ്ഞു, കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. അവസാനത്തെ വചനം എന്താണ്? എന്നാൽ പറഞ്ഞേ, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് ആ ദിവസം ചുരുക്കിയിരിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായി കഴിഞ്ഞാൽ സമയ ചുരുക്കം സംഭവിക്കും, ഉറപ്പല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ സകല സമയമാണ് ചുരുങ്ങണത്. ഇപ്പോൾ 4 കൊല്ലം വേണമെന്ന് പറഞ്ഞതാണ്, 3 കൊല്ലം വേണമെന്ന് പറഞ്ഞാണ് ആ കുഞ്ഞ് റിക്കവർ ചെയ്ത് വരാൻ. അത് വെറും 3 മാസം കൊണ്ട് റിക്കവർ ചെയ്യുകയാണ്, 10-1 സമയം ചുരുക്കുക. അതെന്തുകൊണ്ടാണ്? അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറയുമ്പോഴേ ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു വിഭാവനയാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഈശോ തന്നെ പറയും, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. 15-16 വായിക്കുക, യോഹന്നാന്റെ സുവിശേഷം. ശ്രുതികട്ടെ. മഹത്വം മഹത്വം, ആരാധന 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 ആരാധന, ആരാധന ആരാധന ആരാധന. യോഹന്നാൻ 15-16. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. പറഞ്ഞ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പുണ്ട്. അത് നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല, പിന്നെന്താ ചെയ്യണത്? ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പം ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണെന്ന് ചെയ്തിരിക്കണമെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വെളുപ്പാങ്കാലത്ത് ഇവിടെ എത്തിയത് അല്ലേ? അപ്പോഴേ ദൈവം നിങ്ങളെ ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്. അത് പിന്നെ ഏറെയും കുറഞ്ഞു ഇരിക്കുമല്ലേ ആൾക്കാർക്ക്, അത് കൂടി വരും, ചിലപ്പോൾ കുറഞ്ഞു പോകും. അത് ആൾക്കാർ അവരോട് നൽകപ്പെട്ടിരിക്കുന്ന കാലത്തോട് വിശ്വാസവിഹിതമായിട്ട് പ്രതികരിക്കുന്നതനുസരിച്ചുള്ള മെറിറ്റാണ് അതിൻ്റെ അകത്തുള്ളത്. ചിലർക്ക് വിശ്വാസം കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എന്താ വിഷയമെന്ന് പറഞ്ഞത്? ഒരു കാര്യം വ്യക്തമാണ്, ആർക്കും ദൈവത്തെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. പിന്നെന്താണ്? അതാണ് യോഹന്നാൻ 15-16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. പറഞ്ഞേ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇത് എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയണം, എന്നെ ദൈവം തിരഞ്ഞെടുത്തതാണ് വിശ്വാസം വഴി. മനസ്സിലായില്ലേ? വിശ്വാസം വഴി ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. ചിലപ്പോൾ വിശ്വാസമുള്ള കുടുംബത്തിൽ ജനിച്ച ആളല്ലായിരിക്കും ചിലപ്പോൾ നീ, പക്ഷെ ഇപ്പം നീ ഇവിടെയുണ്ട്. അപ്പം ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് കൈയടിച്ച് കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ആലയത്തിലേക്ക് വിളിച്ച അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. നന്ദി.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോഴും ഏതാണ്ട് ദൈവത്തിൻ്റെ ഈ മനസ്സിലിരിപ്പ് പിന്നെയും പുറത്തു വരുന്നുണ്ട്. വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ്. ഇപ്പം നമ്മുടെ വാക്ക് നമ്മൾ മിണ്ടാതിരുന്നാൽ ആൾക്കാരെന്താ പറയുക? നീ എന്താ മിണ്ടാത്ത, നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയട്ടെ എന്ന് പറയത്തില്ലേ? അല്ലേ? മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പറയാം, നീ എന്താ മിണ്ടാത്തത് ഈ വിഷയത്തിൽ, നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ വാക്കിലൂടെയാണ് മനസ്സിലിരിപ്പ് പുറത്തു വരണത്. അല്ലേ? അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വാക്കാണ്. ദൈവത്തിൻ്റെ വാക്കെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ്. ഉറപ്പല്ലേ? അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. മർക്കോസ് ഈ യോഹന്നാൻ്റെ 15:16 അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു എന്ന് മർക്കോസ് 13, അതായത് 3:13 പറയാം. വായിച്ചോളൂ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മർക്കോസ് 3:13. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. ഇത് രണ്ട് ലിങ്കാണ് ഈ വചനങ്ങൾ. ദൈവം ഈ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? ഇപ്പം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ദൈവമാണ് തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുപ്പിൻ്റെ കാരണം എന്താണ്? അവൻ നമ്മളെ ഇഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ടാകും നിങ്ങളിൽ, അതാണ് വിഷയം. നിങ്ങളിൽ എന്തോ ഒരു ക്വാളിറ്റി ഉണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട. ചിലർ ബ്യൂട്ടി സ്പോട്ട് എന്നൊക്കെ പറയത്തില്ലേ? നിങ്ങളുടെ ആത്മാവിന് എന്തോ ഒരു ബ്യൂട്ടി സ്പോട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ടതുണ്ട്. അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വ്യക്തമാണ് വചനം 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. വ്യക്തമാണ് വചനം. മർക്കോസ് 13:13 എന്താണ്? അവിടുന്ന് തനിക്കിഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. അപ്പോൾ അടുക്കിലേക്ക് വിളിച്ചിട്ടുള്ള എല്ലാവരും ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു ബാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കണം. അതാണ് നമ്മുടെ മുമ്പിലുള്ള ബാധ്യത. എന്താ? ദൈവത്തെ ഇഷ്ടപ്പെട്ടു, ദൈവം തിരിഞ്ഞു എടുത്തു, ദൈവം നമ്മളെ വിളിച്ചു. ഇനി നമ്മുടെ മുമ്പിലുള്ള ബാധ്യത എന്താണ്? 2 പത്രോസ് 1:10. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 2 പത്രോസ് 1:10. ആകയാൽ സഹോദരരെ, ആകയാൽ സഹോദരങ്ങളെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ ഉറപ്പിക്കേണ്ടി വരും. വിളിക്കുമല്ലോ കുഴപ്പം. ഒരിക്കൽ വിളിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്നേക്കാട്ട് ഉറച്ചെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളി ആടിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ വിഷയങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നില്ലെന്ന് വരും. അതാണ് വിഷയം. അതായത് വിഷയങ്ങൾ വിചാരിക്കുമ്പോൾ നടക്കാതെ വരുമ്പോൾ വിളി ആട്ടത്തിലാവും. പിന്നെ എന്ത് ചെയ്യും? വിശ്വാസം കൊണ്ട് നമ്മളതിനെ ഉറപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കാതെ വരും. ചില കാര്യം നടക്കാത്ത കാര്യങ്ങളോ ദൈവം ഇക്കാലങ്ങളിൽ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളോ ആണ് നമ്മൾ ചോദിച്ചതെങ്കിൽ അതിന് ചില സമയത്ത് കിട്ടാതെ വരും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ കൃപാസനത്തിൻ്റെ സ്ഥലത്തിന് വേണ്ടി ഞാൻ എത്രയോ പ്രാവശ്യം ദൈവത്തോട് 1993 ചോദിച്ചു. ഞാൻ കണ്ട സ്ഥലം 1 കൊല്ലം പ്രാർത്ഥിച്ചിട്ടും ദൈവം എനിക്ക് തന്നില്ലല്ലോ. 97 ഈ സ്ഥലം ദൈവം തന്നത്. ചോദിച്ച സ്ഥലം തന്നില്ല, വേറെ ഒരു സ്ഥലം തന്നു.
അതാണിപ്പോൾ നിങ്ങൾ വന്നിരിക്കേണ്ട സ്ഥലം. ഇത് കൃപാസനം ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു സ്ഥലത്ത് വരേണ്ടതായിരുന്നു. അത് അക്കാലം ഞാൻ ചോദിച്ചപ്പോൾ ദൈവം അതെനിക്ക് തന്നില്ല. അപ്പോൾ ഞാൻ ഒരു കൊല്ലം പ്രാർത്ഥിച്ചതല്ലേ, ദൈവം എനിക്ക് തരേണ്ടതല്ലേ? അപ്പോൾ ഇത്രയും പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനല്ലേ ഞാൻ സ്ഥലം ചോദിച്ചത്, എന്നിട്ട് എന്താണ് തരാഞ്ഞത് എന്ന് വേണം എനിക്ക് ചോദിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചോദിക്കാതെ എൻ്റെ വിളി ഉറപ്പിച്ചു. കർത്താവ് ഇപ്പം തന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും തരും, തന്നില്ലെങ്കിലും കർത്താവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നു. ഇതാണ് നിലപാട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ ദൈവത്തിന് സമർപ്പണം ചെയ്തുകൊണ്ട് മുന്നേറുവാനുള്ള വലിയ അഭിഷേകം ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. ചൊവ്വാഴ്ച ആശുപത്രി പോയി, ബുധനാഴ്ച ടെസ്റ്റുകൾ, വ്യാഴാഴ്ച സർജറിയിലൂടെ ആ കമ്പി നീക്കം ചെയ്തു. ഇപ്പോൾ ആ കാലിൽ നിന്ന് കമ്പി എടുത്തു മാറ്റി, കമ്പിയും ഒന്നും ഇല്ലാതെ ഇപ്പോൾ നടക്കാൻ ശ്രമിക്കുന്നു. ആദ്യമൊക്കെ വടിയൊക്കെ കുത്തി നടന്നിരുന്ന ആ വല്യച്ഛൻ ഇപ്പോൾ കാലിൽ കമ്പിയുമില്ല, ഒന്നുമില്ല. ഇപ്പോൾ കൂടുതൽ വിശ്വാസമാണ്. ഇപ്പോൾ ഞാൻ തന്നെ 7 മണിയാകുമ്പോൾ പ്രാർത്ഥന ചൊല്ലാൻ വിട്ടുപോയാൽ പ്രാർത്ഥിക്കണ്ടേന്ന് വെച്ച് ടി വിയും ഓഫ് ചെയ്ത് പ്രത്യക്ഷണ പ്രാർത്ഥനയും ചൊല്ലും. ചൊല്ലിക്കഴിഞ്ഞതും അമ്മയുടെ തൈലവും വാങ്ങി കുരിശും വരയ്ക്കും. ഉപ്പും തേനും കൂട്ടി അത് എന്നും കൊടുക്കണമെന്നൊരു നിർബന്ധവുമായി. ആദ്യമൊക്കെ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞിരുന്നു, അതൊന്നും ഉപയോഗിക്കരുതെന്നുണ്ട്. അതിലൂടെ എൻ്റെ വെല്ലിച്ചനിലൂടെ അമ്മ മാതാവ് എനിക്ക് വെല്ലിച്ചന് സൗഖ്യം തന്നതിനോർത്ത് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചിക്ക് ഒരു വളർത്തുനായ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഒരു ദിവസം തളർന്നു വീണ് കിടക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി നിങ്ങളുടെ വീട്ടിലെ നായ എന്തിയെ? അപ്പോൾ പറഞ്ഞു, എൻ്റെ മോളെ അതിന് നടക്കാൻ പറ്റുന്നില്ല, അതിങ്ങനെ 4 കാലം ഇങ്ങനെ എഴയുമായിരുന്നു. അതേപോലെ ഞാൻ സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് ഉടമ്പടി തൈലവും കാശുരൂപവും കൊണ്ടുപോയിട്ട് അതിനെ തൊട്ട് എന്ന് വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിക്കും. ഒരാഴ്ച കഴിഞ്ഞില്ല, ഇപ്പോഴത് ഓടി നടക്കുകയാണ്. അവർ പറഞ്ഞു, ഇതെവിടെ നിന്നാണ് നീ പോയി പ്രാർത്ഥിക്കുന്നത്, ഇതെവിടെയാണ് സ്ഥലം എന്ന്. വയനാടായതുകൊണ്ട് ഒത്തിരി ദൂരമായതുകൊണ്ട് എല്ലാവർക്കും അയ്യോ ആലപ്പുഴയോ ഇത്രയും ദൂരമോ എന്ന് വെച്ചൊരു പേടി. അതുപോലെ എൻ്റെ അമ്മായിക്ക് കാലിൻ്റെ ചിരട്ടയ്ക്ക് തേയ്മാനവും ഒരു കാലിൻ്റെ ചിരട്ടയുടെ ഉള്ളിൽ ഒരു 7 സെൻറ്റിമീറ്ററോളം വലിയൊരു മുഴ വന്ന് അത് ഓപ്പറേഷൻ ചെയ്യുകയും ബയോപ്സിക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഉണ്ടായതാണ്. അത് കഴിഞ്ഞ് പിന്നെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഇപ്പം വടി കൂട്ടിയേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി വയനാട്ടിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ 7 മണിക്കാണ് വണ്ടി കയറിയത്. ഇവിടെ 7 മണിക്കാണ് എത്തിയത്. ഒരു വടിയുടെ സഹായമോ ഒന്നുമില്ലാതെ അമ്മ മാതാവ് ഈ തിരുസന്നിധിയിൽ അവരെ കൊണ്ട് എത്തിച്ചു. ഇത്രത്തോളം സഹായിച്ച അമ്മ മാതാവിന് 1000 കോടി, അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി നിർത്തുന്നു. എൻ്റെ പേര് ഷൈനി മാത്യു. ഞാൻ തൃപ്പൂണിത്തറ പുതിയകാവ് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ 2022 സെപ്റ്റംബർ 22-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനു മുന്നേ 2 വർഷം മുന്നേ തന്നെ എൻ്റെ ഒരു ആൻറ്റി എനിക്ക് കൃപാസനം പത്രവും ഇവിടുത്തെ നേർച്ച വസ്തുക്കളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ പ്രാധാന്യമൊന്നും കണക്കിലെടുക്കാതെ, കൃപാസനത്തെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ ഒരു പള്ളി, ഒരുപാട് തിരക്കുള്ള ഒരു പള്ളി എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. അപ്പോൾ ഞാൻ ആ കിട്ടിയ നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ അവിടെ വെച്ചു. കൂടുതലൊന്നും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നീട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾക്ക് ആലപ്പുഴ വെച്ച ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു.
അതിൽ കുടുംബസമേതം ഞങ്ങൾ പോരുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ആലപ്പുഴയിലാണല്ലോ കൃപാസനം പള്ളി, നമുക്ക് അവിടെ കയറി ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി അവിടെ കയറി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ രാത്രി 10:30 കഴിഞ്ഞിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, രാത്രി ഒരുപാട് നേരം വൈകി, ഇനിയിപ്പം പള്ളിയൊക്കെ അടച്ചു കാണും, അപ്പോൾ നമുക്ക് കയറണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു ദിവസം ഞായറാഴ്ച വൈകിട്ട് 5 മണി കഴിയുമ്പോഴത്തേക്കും ഞാനും ഹസ്ബൻഡും എൻ്റെ 2 കുട്ടികളും, എനിക്ക് 2 ആൺമക്കളാണ്, അവർ പറഞ്ഞു എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് റെഡിയായി. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് കൃപാസനം പള്ളിയിലൊന്ന് പോകാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. രാത്രി 8:30 അപ്പോൾ നോക്കുമ്പോഴത്തേക്കും പള്ളി അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുറത്തെ ഹാളിലുള്ള മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തി നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ മാതാവിൻ്റെ തല മുന്നോട്ട് 2 പ്രാവശ്യം ഇങ്ങനെ ചലിച്ചു, പിന്നോട്ടും മുന്നോട്ടും ചലിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് തോന്നിയതാണെന്ന് വിചാരിച്ചു ഞാൻ ഒന്നോടെ നോക്കിയപ്പോൾ വീണ്ടും അതേപോലെ തന്നെ മുന്നോട്ടും പിന്നോട്ടും ഒന്ന് ചലിച്ചു. നീ വന്നു അല്ലേ എന്ന അർത്ഥത്തിൽ. അതിനൊരു കാരണമുണ്ട്. 2006 എനിക്ക് 2 ആൺമക്കളാണ്. 2006 എൻ്റെ 2ാമത്തെ പ്രസവത്തിന് വഴി സിസേറിയനാണ്. മൂത്തയാളുടെ സിസേറിയനാണ്, 2ാമത്തേതും സിസേറിയൻ തന്നെ ആയിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റായി. എനിക്ക് സിസേറിയന് വേണ്ടിയിട്ട് അനസ്തേഷ്യ തന്നു. ആ സമയത്ത് ഞാൻ അബോധാവസ്ഥയിൽ മാതാവിനെ കണ്ടു. ഇതാ ലോകത്തിൻ്റെ അമ്മ എന്ന് ഒന്ന് വലിയൊരു ശബ്ദവും, മാതാവിൻ്റെ മുന്നിലായി ഉണ്ണീശോയെയും കണ്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ കാണുന്നത് കടൽ തീരത്ത് ഒരു പിഞ്ചു കുഞ്ഞ് പെട്ടെന്ന് അവൻ്റെ ശരീരത്തിലേക്ക് ശക്തമായ വെളിച്ചം, ഇടിമിന്നൽ പിണർ പോലെ, വൈദ്യുത പ്രവാഹം പോലെയുള്ള ഒരു ശക്തിയും വരുന്നത് കണ്ടു. പെട്ടെന്ന് കുഞ്ഞ് ജീവൻ വെച്ച് ചലിക്കുന്നത് കണ്ടു. പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു. രാത്രിയായപ്പോൾ, നേരം വെളുത്തപ്പോൾ എൻ്റെ മൂത്ത സഹോദരി, എൻ്റെ ചേച്ചി കുഞ്ഞിനെ കാണാനായിട്ട് വന്നപ്പോൾ അവൾ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു കണ്ണുകളിലൊക്കെ മഞ്ഞച്ച് ഇരിക്കുന്നതായിട്ട് കണ്ടു. പെട്ടെന്ന് ഡ്യൂട്ടി നേഴ്സിനെ വിളിച്ചു. നേഴ്സ് വന്ന് നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനെ വിളിച്ചു. ഡോക്ടേഴ്സെല്ലാം വന്നു നോക്കിയപ്പോൾ സ്ഥിതി പ്രശ്നമാണെന്ന് കണ്ടു. അപ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് നടത്തി കുട്ടിയെ എറണാകുളത്ത് തന്നെയുള്ള ഒരു എല്ലാ സൗകര്യങ്ങളുമുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് RH ഇൻകോമ്പാറ്റബിലിറ്റി എന്നുള്ള കണ്ടീഷൻ മൂലം ബ്ലഡിൽ ബിലിറൂബിൻ കണ്ടൻറ്റ് ക്രമാതീതമായി ഉയരുന്ന ഒരു കണ്ടീഷനായിരുന്നു കുട്ടിയുടേത്. അപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് കുട്ടിയെ മറ്റേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് നോക്കട്ടെ, ശ്രമിച്ച് നോക്കാം എന്ന് മാത്രം പറഞ്ഞു. അതിനുശേഷം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. 2 പ്രാവശ്യം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി. പിന്നീട് 15 ദിവസം ഫോട്ടോതെറാപ്പി ചെയ്തു. അങ്ങനെ ബിലിറൂബിൻ കണ്ടൻറ്റ് 15 വരെയേ ബ്ലഡിലാവുള്ളൂ. ന്യൂ ബോൺ ബേബീസിന് 18 വരെയൊക്കെ ആവാം. അതിന് മുകളിലേക്ക് ബിലിറൂബിൻ കണ്ടൻറ്റ് ഉയർന്നാൽ ബ്രെയിൻ ഡാമേജ് ഉണ്ടായിട്ട് കുട്ടിക്ക് വൈകല്യവും സെർബ്രൽ പാൾസി പോലെയുള്ള എല്ലാ വൈകല്യങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അവന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന സമയത്ത് ബിലിറൂബിൻ കണ്ടൻറ്റ് 48 ആയിരുന്നു.